ആരോഗ്യകരമായ ജീവിതത്തിന് ഒരു ഭക്ഷണ രീതി. ഭക്ഷണം കഴിക്കുമ്പോൾ അറിഞ്ഞു കഴിക്കുക. ചേരുവകളുടെ രുചി അറിഞ്ഞ് ഓർത്ത് വായിൽ ഉമിനീര് വന്നു തുടങ്ങി വേണം കഴിച്ചു തുടങ്ങാൻ. ഭക്ഷണത്തിനു മുൻപ് അന്നവിചാരം അഥവാ അന്നപ്രാർത്ഥന ശീലമാക്കുക. മനുഷ്യൻ ഫലഭുക്കാണ്. എങ്കിലും മനസ്സിൽ പഥ്യമെന്ന് തോന്നുന്ന ചെറുപ്പത്തിലെ ശീലിച്ച ഭക്ഷണം അവന് ദഹിക്കും, കുറച്ചു സമയമെടുത്താണെങ്കിലും. ദഹിക്കാനുള്ള സമയം കൊടുക്കണം എന്ന് മാത്രം. കഴിവതും സസ്യാഹാരവും രോഗാവസ്ഥയിലും വാർദ്ധക്യത്തിലും ഉപവാസത്തിന് തൊട്ടു മുൻപും പിൻപുമുള്ള ദിവസങ്ങളിലും ഫലാഹാരങ്ങൾ മാത്രം കഴിക്കുക. ഭക്ഷണം പാകം ചെയ്യുന്നത് പ്രകൃതിയാണ്, പാചകം ചെയ്യുന്നത് മനുഷ്യനും. പാചകം ചെയ്യുമ്പോൾ നടക്കുന്നത് പാകമായ ഭക്ഷണം മരിക്കുന്നു എന്നതാണ്. കഴിവതും പാചകം ചെയ്യാത്ത ഭക്ഷണം കഴിക്കുക. ഭക്ഷണം ജീവനുള്ളതായിരിക്കണം. ഉദാഹരണം, പുഴുക്കലരി. പുഴുക്കലരി ചോറാകുന്നതിന് മുൻപ് തന്നെ ജീവനില്ലാത്തതാണ്. ഒരു ജീവനുള്ള വസ്തുവിന്റെ മരണം മുഴുവനായി സംഭവിക്കാൻ മണിക്കൂറുകൾ എടുക്കും. പാചകം ചെയ്ത ഭക്ഷണം പൂർണ്ണമായും മരിക്കാൻ 3-4 മണിക്കൂർ എടുക്കും. അതിനാൽ പാചകം ചെയ്തു കഴിഞ്ഞ് ആറിയ ഉടൻ കഴിക്കുക. ഒരു അരമണിക്കൂർ മുതൽ 2 മണിക്കൂറിനുള്ളിൽ. സമശീതോഷ്ണമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. ആവി പറക്കുന്നതോ ശീതീകരിച്ചതോ ആയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. സൂര്യവെളിച്ചം ഉള്ളപ്പോൾ മാത്രം ഭക്ഷിക്കുക. പാചകവും ഉപയോഗവും പരമാവധി മൺപാത്രങ്ങളിൽ ആക്കുക. അലുമിനിയം പൂർണ്ണമായും ഒഴിവാക്കുക. പാചകം ചെയ്തതും പാചകം ചെയ്യാത്തതുമായ ഭക്ഷണങ്ങൾ ഒരുമിച്ചു കഴിക്കാതിരിക്കുക. രണ്ടും 2 തരത്തിലാണ് ദഹിക്കുക. ഒരു വിത്ത് പൊടിയാക്കിയാൽ മുളയ്ക്കില്ല. അതിന്റെ ജീവൻ നഷ്ടപ്പെടുമെന്നത് തന്നെ കാരണം. പൊടിച്ചു സൂക്ഷിച്ചത് അധികം വൈകാതെ ഉപയോഗിക്കുക. മുളക്, മല്ലി, മഞ്ഞൾ എന്നിവ 1 വാരത്തിനുള്ളിലും ധാന്യങ്ങൾ പൊടിച്ചത് 1 ഋതുകാലത്തിനുള്ളിലും, അതായത് 2 മാസത്തിനുള്ളിലും ഉപയോഗിക്കുക. സമീകൃത ആഹാരം എന്നാൽ ഒരു കിണ്ണത്തിൽ എല്ലാം സമീകരിച്ച് കഴിക്കുക എന്നല്ല. ശരീരത്തിൽ എല്ലാം, അതായത് അന്നജം, മാംസ്യം, പരിമിതമായ കൊഴുപ്പ്, ജീവകങ്ങൾ, ധാതുക്കൾ എന്നിവ സമഗുണിതമായി ചെന്നെത്തണം എന്നാണ്. ദഹനത്തിന് വ്യത്യസ്ത രസങ്ങൾ വേണ്ടുന്ന ഭക്ഷണങ്ങൾ ഒരുമിച്ചു കഴിക്കുന്നത് അശാസ്ത്രീയമാണ്. ദൈവം അഥവാ പ്രകൃതി ഒന്നു ചേർത്തത് വേർതിരിക്കാതിരിക്കുക. അരിയും തവിടും ഉരുളക്കിഴങ്ങും തോലും തുടങ്ങി വേർതിരിക്കാതെ കഴിക്കാവുന്നതൊക്കെ അങ്ങനെ തന്നെ ഉപയോഗിക്കുക. ശരീര പോഷകങ്ങളുടെ സ്വാഭാവിക ചേരുവ പ്രകൃതി തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പഞ്ചസാര, മൈദ, തോൽ കളഞ്ഞ പരിപ്പ്, ഉഴുന്ന് എന്നിവ അടുക്കളയിൽ നിന്നും നീക്കം ചെയ്യുക. ഒരു ഭക്ഷണത്തിലെ വിഭവങ്ങളുടെ എണ്ണം പരമാവധി കുറയ്ക്കുക. ഒരു കറിയിലെ കഷ്ണങ്ങളുടെ തരം കൂടുന്തോറും അത് സങ്കീർണവും അനാരോഗ്യകരവും ആയിത്തീരും. ഉദാഹരണം, സാമ്പാർ. ഏതാണ്ട് 4 വയസ്സ് മുതൽ 5 നേരവും, 8 വയസ്സ് മുതൽ 4 നേരവും, 16 വയസ്സ് മുതൽ 3 നേരവും, 24 വയസ്സ് മുതൽ 2 നേരവും, 32 വയസ്സ് മുതൽ 1 നേരവും മാത്രം ഭക്ഷണം സ്ഥിരമായി കഴിക്കുക. വല്ലപ്പോഴും ക്രമം തെറ്റുന്നതിൽ തെറ്റില്ല എന്നർത്ഥം. 8 വയസ്സ് മുതൽ വാരത്തിൽ 1 നേരം ഉപവസിക്കുക. 16 വയസ്സ് മുതൽ വർഷത്തിൽ 1 മുഴു ദിവസവും,
24 വയസ്സ് മുതൽ മാസത്തിൽ ഒരു മുഴു ദിവസവും, 32 വയസ്സ് മുതൽ വാരത്തിൽ ഒരു മുഴു ദിവസവും, 40 വയസ്സ് മുതൽ വാരത്തിൽ ഒരു മുഴു ദിവസവും വർഷത്തിൽ അടുപ്പിച്ച് 3 ദിവസവും, 48 വയസ്സ് മുതൽ വാരത്തിൽ ഒരു മുഴു ദിവസവും വർഷത്തിൽ അടുപ്പിച്ച് 7 ദിവസവും, 56 വയസ്സ് മുതൽ വാരത്തിൽ 2 ദിവസവും വർഷത്തിൽ അടുപ്പിച്ച് 10 ദിവസവും ഉപവസിക്കുക. മാസത്തിൽ ഒരു തവണ സുഹൃത്തുക്കളുടെ വീടുകളിൽ നിന്നും കല്യാണ വീടുകളിൽ നിന്നും, വർഷത്തിൽ ഒരു തവണ ഒരു യാത്രയിൽ ജില്ലയോ സംസ്ഥാനമോ മാറി പലയിടങ്ങളിൽ നിന്നും ഭക്ഷണം കഴിക്കുക. ദീർഘ രോഗാവസ്ഥയിലും ഗർഭ കാലഘട്ടത്തിലും വാർദ്ധക്യത്തിലും ചെറുപ്പത്തിലെ ശീലിച്ച ഭക്ഷണങ്ങൾ ഇടയ്ക്ക് കഴിക്കുക. ഇത്രയും കാര്യങ്ങൾ എത്ര ശതമാനം പാലിക്കാൻ കഴിയുമോ അത്രയ്ക്കും നല്ലത്.